ഞാനന്ന് തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫാണ്. മാതാ അമൃതാനന്ദമയി തിരുവനന്തപുരം സന്ദർശിക്കുന്നു. അമ്മയ്ക്ക് അന്ന് കൈമനത്തൊരു ആശ്രമമുണ്ട്, ഇന്നുമുണ്ട്. അന്ന് അവിടെ ഭക്തജനങ്ങളെ കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. ഒരു മീറ്റിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു പ്രസംഗം പോലെയോ ഉള്ള ഒന്നാണ്. ഞാനന്ന് ഞങ്ങളുടെ ലൈനർ എന്ന് പറഞ്ഞാൽ സ്ഥിരം ജീവനക്കാരനല്ല, അല്ലെങ്കിൽ സ്ഥിരം ലേഖകനല്ല, പക്ഷേ ഞങ്ങൾ ലേഖകനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാൾ, ആനന്ദൻ എന്ന് പറയുന്ന ഒരു ലേഖകൻ, അദ്ദേഹമാണ് ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയത്. അദ്ദേഹം പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ അമ്മ പറഞ്ഞത് ഈ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ 2 എണ്ണം എടുത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നീട് അവർ സ്ത്രീകളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് ലീഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് ചെയ്യാം. നമ്മളൊരു ആധ്യാത്മിക നേതാവിൻ്റെ എന്താ പറയുക, ആധ്യാത്മിക പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഒരു ലീഡാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ലീഡാക്കിയാൽ കുറച്ചുകൂടെ താല്പര്യജനകമായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാനിത് പറഞ്ഞത്. അദ്ദേഹം അത് ലീഡാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ആരംഭിച്ചുകൊണ്ട് ആ സ്റ്റോറി എഴുതി. അത് നമ്മുടെ 5-ാം പേജ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എഡിറ്റ് പേജാണ്, എഡിറ്റോറിയൽ വരുന്ന പേജിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്മുടെ 2ാമത്തെ പ്രധാനപ്പെട്ട വാർത്താ പേജാണ്. 5-ാം പേജിൽ ബോട്ടം ബ്രേക്ക് ഏറ്റവും അടിയിൽ ഒരു 5-6 കോളത്തിൽ വന്നു. ഞങ്ങളന്ന് അമൃതാനന്ദമയിയുടെ വാർത്തകളും ചിത്രങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കും, കാരണം ധാരാളം ആരാധകരുള്ള ആളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ കൊടുക്കും. അത് വളരെ നന്നായിട്ട് ചിത്രം സഹിതം വന്നു. പിറ്റേ ദിവസം ഇതൊരു വലിയ കൊടുങ്കാറ്റുണ്ടാക്കി. അതായത് അമ്മ മദ്യപിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു എന്ന മട്ടിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു ഉച്ചയോടുകൂടിയാണ് ഇതങ്ങോട്ട് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ ആരെയോ കാണാനായിട്ട് പുറത്തു പോയ സമയത്ത് ഇത് വരുന്നു. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാതൃഭൂമിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഹൂസ്റ്റണിൽ കേസ് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും പരിഭ്രമിച്ചു. ഞാൻ അന്നേരം സ്ഥലത്തില്ല. എന്നെ അന്ന് N. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡെപ്യൂട്ടി എഡിറ്റർ, എൻ്റെ കൂടെ ബ്യൂറോ ചീഫായിരുന്ന ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാണ് സ്ഥിതി, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബാൽജി എന്നാണ് വിളിക്കുന്നത്, ബാൽജി ഞാനൊന്ന് വരട്ടെ, വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആനന്ദിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അത് അങ്ങനെ സംസാരിച്ചത് തന്നെയാണ്, അങ്ങനെ പ്രസംഗിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലും അതിൻ്റെ തലപ്പത്തുള്ള പലരും അമ്മയുമായിട്ട് വളരെ അടുത്ത ബന്ധവും ഭക്തിയും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ നല്ല ബന്ധമാണ് മാതൃഭൂമിയും ആശ്രമവും അമ്മയും ഒക്കെ ആയിട്ട് ഉള്ളത്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഒരു 20 സെൻറ്റിമീറ്റർ വരുന്ന ഒരു മാപ്പപേക്ഷ കമ്പോസ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതായത് മാതൃഭൂമിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി, ക്ഷമിക്കണം, മേലാൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് ഉള്ള ഒരു മാപ്പപേക്ഷ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുക. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ റിപ്പോർട്ടർ നല്ല മിടുക്കനായിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അദ്ദേഹം ഇന്ന് ഹിന്ദുവിൻ്റെ കൊച്ചിയിലെ ഡെപ്യൂട്ടി എഡിറ്ററാണ്, ആനന്ദൻ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ 100% വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ആനന്ദനോട് ചോദിച്ചു, എടാ ഇത് ശരി തന്നെ അല്ലേടാ എന്ന് ഞാൻ ഒന്നുകൂടെ ചോദിച്ച് ഉറപ്പ് വരുത്തി. എന്നോട് പറഞ്ഞു, അതെ, ഒരു വ്യത്യാസവും ഇല്ല. അന്ന് ധാരാളം ചാനലുകളൊന്നുമില്ല, ഏഷ്യാനെറ്റാണ് കാര്യമായിട്ടുള്ളത്. ഏഷ്യാനെറ്റേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ സജീവമായിട്ട് റിപ്പോർട്ടിങ്ങിനുള്ളത്. ഞാനപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് പോയി. അവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇത് ഇങ്ങനെ അവർ പറഞ്ഞതാണോ? അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, എനിക്കതിൻ്റെ ഒരു കോപ്പി ഒരു CD-യിലാക്കി തരാമോ? കാരണം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ജോലി പോയപ്പോട്ടെ, എൻ്റെ ജോലിയിലൊരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ഞാൻ ബ്യൂറോ ചീഫായിട്ടിരിക്കുമ്പോൾ മാതാ അമൃതാനന്ദമയിയെ പോലെയുള്ള ഒരാളെപ്പറ്റി ഇത്തരത്തിലൊരു വാർത്ത വരുന്നു, അത് എൻ്റെ അനുഭവത്തോടുകൂടിയാവുന്നു എന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമല്ല. പിന്നീട് ഇതിൻ്റെ റിപ്പർക്കഷൻസ്, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കേസെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പലരും അതിനകത്ത് പരിഭ്രാന്തരായി, തലപ്പത്തുള്ളവരൊക്കെ പരിഭ്രാന്തരായി. അതുകൊണ്ടാണ് ഈ വലിയ മാപ്പപേക്ഷയൊക്കെ തയ്യാറാക്കിയത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മുഴുവൻ കണ്ടു. അമ്മയുടെ പ്രസംഗം
മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് അവരുടെ എഡിറ്റ് സൂട്ടിലിരുന്നുകൊണ്ട് കാണുക. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ ഗ്രാമ്യമായ ഭാഷയിലാണ് പറയുന്നതെന്നേ ഉള്ളൂ. നമ്മുടെ ലേഖനം കുറച്ചുകൂടെ അതിനെ ഒന്ന് അച്ചടി ഭാഷയിലാക്കി, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ അവസാനം അതിൻ്റെ ഒരു കോപ്പിയുമായി വന്നിട്ട് ഡെപ്യൂട്ടിയേറ്ററോട് പറഞ്ഞു, ഇതാണ് പ്രസംഗം, ആ പ്രസംഗം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇനിയൊക്കെ എങ്ങനെ വേണമെങ്കിൽ മാപ്പപേക്ഷിക്കുകയോ തിരുത്തുകയോ എന്തുവേണേ ചെയ്യാമെന്ന് പറഞ്ഞു. ഒടുവിൽ മാതാ അമൃതാനന്ദമയിയുടെ പ്രസംഗം സംബന്ധിച്ച് ഞങ്ങളുടെ റിപ്പോർട്ട് ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഖേദപ്രകടനം കൊണ്ട് ആ അധ്യായം അവസാനിച്ചു. മാതൃഭൂമിയിലെ എൻ്റെ ആദ്യത്തെ എഡിറ്റർ അന്തരിച്ച ശ്രീ VP രാമചന്ദ്രനായിരുന്നു. PPR എന്നുള്ള ചുരുക്കപ്പേരിൽ ഇന്ത്യയിലെങ്ങും അറിയപ്പെട്ടിരുന്ന മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പത്രലേഖകൻ. എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ബോർഡാണ്. ആ ഇൻ്റർവ്യൂ ബോർഡിലെ VM കൊറാത്ത്, അന്നത്തെ മാതൃഭൂമിയുടെ സീനിയർ അസിസ്റ്റൻ്റ് എഡിറ്റർ, KK ശ്രീധരൻ നായർ സീനിയർ ന്യൂസ് എഡിറ്റർ, പിന്നീട് ഞങ്ങളൊക്കെ ചന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ചീഫ് എന്ന് വിളിക്കുന്ന ശ്രീ രാമചന്ദ്രൻ കൊച്ചി ബ്യൂറോ ചീഫാണ്. അന്ന് മാതൃഭൂമിക്ക് ഒരൊറ്റ ചീഫേ ഉള്ളൂ. ചീഫ് എന്ന് പറഞ്ഞാൽ ചന്ദ്രേട്ടൻ രാമചന്ദ്രൻ, ചോരപരമേശ്വരൻ്റെ മകനാണ്. അതിനുശേഷം പല പത്രാധിപന്മാരുടെ കീഴിൽ അല്ലെ ഒപ്പം ജോലി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഈ VPR എന്ന് പറയുന്ന വ്യക്തി അസാമാന്യനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. എനിക്ക് തുടക്കത്തിൽ വലിയ പ്രോത്സാഹനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. PTIയിൽ ഒരു ടെലിപ്രിൻ്റർ ഓപ്പറേറ്ററായിട്ട് ജോലിയിൽ പ്രവേശിച്ച ആളാണ് VP രാമചന്ദ്രൻ. പിന്നീട് UNA ഉണ്ടായപ്പോൾ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ, മറ്റേത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതാണ് PTI. ഇത് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ. അത് ആരംഭിച്ചപ്പോൾ അദ്ദേഹം അവിടെ ചേർന്നു. പിന്നീട് പടിപടിയായി വളർന്ന് അവിടെ രണ്ടാമനായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്ന തസ്തിക വരെ എത്തിയ, കേരളം പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച പത്രലേഖകന്മാരിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധിയുമായിട്ടൊക്കെ വലിയ അടുപ്പമായിരുന്നു. അവരുടെ ഈ കിച്ചൺ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ചുരുക്കം വരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു VPR. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയും VPRും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അടിയന്തരാവസ്ഥയോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികൾ എല്ലാം കൂടെ ചേർത്ത് സമാചാർ എന്നൊരു ഒറ്റ വാർത്താ ഏജൻസി ഉണ്ടാക്കി. അതിൽ PTI, UNA, അതുപോലെ ചില ഹിന്ദി ഏജൻസികൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർത്താണ് സമാചാർ ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്ന് നമ്മൾ മനസ്സിലാക്കൽ അങ്ങനെയാണ്, VPRനെ റാഞ്ചിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഏത് ന്യൂഡൽഹിയിൽ UNAയുടെ നമ്പർ 2 ആയിരുന്ന VPRനെ റാഞ്ചിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതൊരു ശിക്ഷാ നടപടിയായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം ധാരാളം സ്റ്റോറികൾ അയക്കാൻ തുടങ്ങി. സ്റ്റോറികളെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് സ്റ്റോറീസ് അഥവാ വികസനോത്മക വാർത്താ റിപ്പോർട്ടുകൾ. അപ്പോൾ റാഞ്ചി എന്ന് വളർന്നു വരുന്ന ഒരു വ്യവസായ നഗരമാണ്. അവിടെ കേന്ദ്രീകരിച്ച് അദ്ദേഹം നന്നായിട്ട് മനോഹരങ്ങളായ ഡെവലപ്മെൻറ്റ് സ്റ്റോറീസ് അയച്ചു. അത് ഇന്ത്യയിലെ പത്രപ്രവർത്തന ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായം കുറിക്കലായിരുന്നു എന്നാണ് അതേപ്പറ്റി പറയുന്നത്. നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ് അദ്ദേഹം. ധാരാളം രാഷ്ട്രാന്തരീയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല വാർത്തകൾ കിട്ടിയിട്ടുണ്ട്. ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലം പാകിസ്ഥാനിലായിരിക്കുന്ന സമയത്ത് ആയൂബ് ഖാൻ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുകയും പാകിസ്ഥാനിൽ മാർഷ്യൽ ലോ, പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഉടനെ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാർത്ത പാകിസ്ഥാന് പുറത്തേക്ക് പോകാതിരിക്കത്തക്ക രീതിയിൽ എല്ലാ കമ്മ്യൂണിക്കേഷൻസ് ബന്ധങ്ങളും വാർത്താവിനിമയ ബന്ധങ്ങളും വിച്ഛേദിച്ചു. അപ്പോൾ ഒരൊറ്റ വാർത്ത പുറത്തേക്ക് അയക്കാൻ പറ്റുന്നില്ല. ലോകം ഇതൊന്നും അറിയുന്നുമില്ല. VPR അവിടെ UNAയുടെ കറസ്പോണ്ടൻ്റായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ VPR ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ഡൽഹിയിലേക്ക് വിളിച്ചിട്ട് ഇന്ത്യൻ എയർലൈൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇന്ത്യൻ എയർലൈൻസ് ആണോ എയർ ഇന്ത്യ ആണോ
എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ രണ്ട് വിമാന കമ്പനികളിലൊന്നും, രണ്ടും ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പം അവരാണ് റാവൽപിണ്ടിയിലേക്കുള്ള വിമാന സർവീസ് നടത്തുന്നത്. അപ്പം പിറ്റേന്ന് വരുന്ന വിമാനം ഏതാണ്, അതിൻ്റെ പൈലറ്റ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു റിക്വസ്റ്റ് വെച്ചു. ഞാനൊരു പത്രം, അതിൻ്റെ കോപ്പി ഈ പൈലറ്റ് വശം കൊടുത്തയക്കും, അത് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വന്ന് കളക്ട് ചെയ്യും, ഇത്രയും സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. ഒരു പത്രം റാവൽപിണ്ടിയിൽ ഒരാൾ തരുന്നത്, അത് വാങ്ങി ഡൽഹിയിൽ എത്തിക്കുന്നതിൽ എന്താ പ്രശ്നം? കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ പാകിസ്ഥാൻ ടൈംസിൻ്റെ വാർത്ത. അപ്പോൾ ഈ വാർത്തകൾ പാകിസ്ഥാനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പുറത്തേക്ക് അയക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിറ്റേന്ന് പാകിസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഒരു കോപ്പി വെളുപ്പിന് അദ്ദേഹം ആ ഓഫീസിലവിടെ എത്തി അവിടെ ഒരു കോപ്പി വാങ്ങിച്ചു. അപ്പോൾ കോപ്പിയിൽ അതുവരെയുള്ള, അല്ലെ തലേ രാത്രി വരെയുള്ള എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. പക്ഷേ VPRൻ്റെ കയ്യിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ പത്രത്തിൽ തന്നെ അവിടെയും ഇവിടെയും ആയിട്ട് ഇത് എഡിറ്റ് ചെയ്ത് ചേർത്തു. അല്ലാതെ ഈ പത്രത്തിൻ്റെ സൈഡിലുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്ത് കുറേ പുതിയ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ വിവരങ്ങളും എഴുതി ചേർത്തു. എന്നിട്ട് അദ്ദേഹം ഒരു കവറിലാക്കി ഇത് പിന്നെ വിമാനത്താവളത്തിൽ ചെന്ന് ഈ പൈലറ്റിനെ ഏൽപ്പിച്ചു. പൈലറ്റിന് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം അത് ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊടുത്തു, എത്തിച്ചു. UNAയിൽ നിന്നൊരാൾ വന്ന് അത് കളക്ട് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെയാണ് പാകിസ്ഥാനിൽ പട്ടാള നിയമം അല്ലെങ്കിൽ പട്ടാള ഭരണം നിലവിൽ വന്ന വർത്തമാനം ലോകം അറിഞ്ഞത്. ഇതൊരു വലിയ സ്കൂപ്പായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ ഒരു വാർത്താ സന്ദർഭമായിരുന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയ കഥയും ഈ ഡോക്യുമെൻ്ററിൽ അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യുക അതിർത്തിയിൽ. അപ്പോൾ ബോംഡില എന്ന് പറയുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. അത് പാകിസ്ഥാൻ പിടിച്ചെടുത്തു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വസ്തുനിഷ്ഠമായ ഇൻഫർമേഷൻ കിട്ടിയ ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അന്ന് ഇവർ താമസിക്കുന്ന പട്ടാള ക്യാമ്പുകളിൽ തന്നെയാണ് അവിടേക്ക് പോയിട്ടുള്ള പത്രലേഖകരും താമസിക്കുന്നത്. പക്ഷേ ധാരാളം പേരൊന്നുമില്ല, ഏജൻസിയുടെ ലേഖകന്മാർ അതുപോലെയൊക്കെയുള്ള ആളുകൾ മാത്രമാണ് ഉള്ളത്. അപ്പം ഇവരുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അതുപോലെ ഒരു ഉയർന്ന സോഴ്സിൽ നിന്നാണ് ഈ ബോംഡില നഷ്ടപ്പെട്ട കഥ അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് സ്റ്റോറി ഫയൽ ചെയ്തു. പക്ഷേ ഒരു ദിവസമായി 2 ദിവസമായി ഇത് പ്രസിദ്ധീകരിക്കുന്നില്ല. ഏജൻസി അത് പ്രസിദ്ധീകരിക്കുന്നേ ഇല്ല. അതുമാത്രമല്ല, ഓൾ ഇന്ത്യ റേഡിയോയും കൊടുക്കുന്നില്ല. ഇത് ANC കൊടുത്താൽ ഓൾ ഇന്ത്യ റേഡിയോ കൊടുക്കും, അതും കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. ഇത് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ ഈ വിവരം പ്രഖ്യാപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പാർലമെൻറ്റിനെ ഈ കാര്യം അറിയിച്ചതിന് ശേഷം മാത്രം ഏജൻസിയുടെ റിപ്പോർട്ട് കൊടുത്താൽ മതി എന്ന് നിർദ്ദേശമുണ്ട്. അതനുസരിച്ചാണ് ആ സ്റ്റോറി കൊടുക്കാതിരിക്കുന്നതെന്ന്. അത് 2 ദിവസം കഴിഞ്ഞിട്ടും വരാതിരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, റോയിറ്റേഴ്സിന് വേണ്ടി VM നായർ എന്ന് പറയുന്ന ഒരാൾ, ഒരു മലയാളിയാണ്, അദ്ദേഹം അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയിരുന്നു. അദ്ദേഹം ആ വാർത്ത VM നായർക്ക് കൊടുത്തു. VM നായർ അത് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ലോകം ബോംഡില എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പരാജയം അറിയുന്നത്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സ്വയം രൂപപ്പെടുന്നതിൽ ഒരു വലിയ സംഭാവനകൾ ശ്രീ VPRൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ധാരാളം പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ ജൂനിയറായിരിക്കുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കവർ ചെയ്യാനും അതുപോലെ തന്നെ ചില ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ, ഇതിനൊക്കെയുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട്. പിന്നീടാണ് മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് MD നാലപ്പാട് വരുന്നത്. അദ്ദേഹം ഒരു അഗ്രസീവ് എഡിറ്ററായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോ കഴിഞ്ഞാൽ അതുപോലെ അഗ്രസീവായിട്ട് ഒരു പത്രം എഡിറ്റ് ചെയ്ത ഒരു പത്രാധിപർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വാർത്ത ശരിയാണെന്ന് തോന്നിയാൽ
ആർക്കെതിരെയാണെങ്കിലും ആ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൽ യാതൊരു തടസ്സവും പറഞ്ഞിട്ടില്ല. ഈ നമ്മുടെ ആദ്യ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ ഒരു കഥ, ആർ ബാലകൃഷ്ണപിള്ള രാജിവെക്കേണ്ടി വന്ന പഞ്ചാബ് മോഡൽ പ്രസംഗം, അതൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹമായതുകൊണ്ടാണ് അത് വെളിച്ചം കണ്ടത്, അത് പബ്ലിഷ് ചെയ്ത്. അതുപോലെ ധാരാളം പരമ്പരകൾ, അഴിമതിയുമായി ബന്ധപ്പെട്ട പരമ്പരകൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ എഴുതിയ ധാരാളം കഥകൾ, ഇതൊക്കെ വെളിച്ചം കണ്ടതും അത്തരത്തിലൊരു പത്രപ്രവർത്തന ശൈലി രൂപപ്പെടുത്തി കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നീട് വന്നവർ ആരും അത്തരത്തിലുള്ള ഒരു ശൈലി പിന്തുടർന്നായിട്ട്, മാതൃഭൂമിയിൽ നിന്ന് മാത്രമല്ല മറ്റ് പത്രങ്ങളിലാണേലും അത് പിന്തുടർന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിന് വളരെ കുറച്ചു കാലം മാത്രമേ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വകയായിട്ടുണ്ടായിരുന്ന മാതൃഭൂമി ഷെയറുകൾ ടൈംസ് ഓഫ് ഇന്ത്യക്ക് വിറ്റു. അത് ഒരു വലിയ മാധ്യമ സംഭവമായിട്ട് ഇന്ത്യയിൽ തന്നെ അത് മാറി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച മാതൃഭൂമി പത്രം മാർവാടികൾ വിലക്കെടുക്കുന്നു എന്ന രീതിയിലുള്ള വലിയ പ്രചരണങ്ങളുണ്ടായി. അത് പാർലമെൻറ്റിലൊക്കെ എത്തി. പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ഇവരെല്ലാം ഇതിനെതിരായിട്ട് അണിനിരന്നു. ഇത് മാതൃഭൂമിയിൽ തന്നെ ജീവനക്കാർക്കിടയിൽ ചേരിതിരിവ് സൃഷ്ടിക്കാൻ കാരണമായി. അതോടെ അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് നിഷ്ക്രമിച്ചു. പിന്നീട് മാതൃഭൂമിയുടെ ഈ ഷെയർ വിൽപ്പനയും മറ്റും നടന്നില്ല, വേണ്ട പോലെ നടന്നില്ല. പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യക്ക് MD നാൽപ്പാടിൻ്റെ കുടുംബം നൽകിയ ഷെയറുകൾ മാതൃഭൂമിയിലെ മറ്റ് ഷെയർ ഹോൾഡേഴ്സ് തന്നെ തിരിച്ചു വാങ്ങി. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്ന വളരെ സംഭവ ബഹുലങ്ങളായ കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില സ്ഥലം മാറ്റങ്ങൾക്കൊക്കെ വിധേയനാകേണ്ട ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്നെ ആദ്യമായിട്ട് ഡൽഹിക്ക് വിടുന്നത് നാലപ്പാടാണ്. അത് എന്നോടുള്ളൊരു സ്നേഹം കൊണ്ട് കമ്പനി ചെയ്തതല്ലെങ്കിലും എനിക്കത് വളരെ ഗുണകരമായിരുന്നു. ഡൽഹിയിൽ കുറേ കാലം പണിയെടുക്കുക എന്നുള്ളത് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഒത്തിരി മെച്ചപ്പെടുത്തിയ ഒരു കാലമായിരുന്നു എന്ന് ഞാൻ പറയും. വിട്ടത് എന്നെ നന്നാക്കാനല്ലെങ്കിലും എനിക്കത് നല്ലതായിട്ടാണ് ഭവിച്ചത്. അപ്പോൾ അങ്ങനെ മാതൃഭൂമിയിലൊരു ഇടക്കാലത്ത് ഒരു വലിയ മാതൃഭൂമിയുടെ സ്വഭാവത്തിലും മാതൃഭൂമിയുടെ സമീപനത്തിലും, വാർത്താപരമായ സ്വഭാവത്തിലും സമീപനത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആൾ. പിന്നീട് മാധവൻകുട്ടി വരുന്നുണ്ട്. മാധവൻകുട്ടിയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഡൽഹിയിൽ എൻ്റെ ബ്യൂറോ ചീഫാണ്. അവിടെ നിന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹം കുറേ കാലം എഡിറ്ററായിരുന്നു. അദ്ദേഹം എഡിറ്ററായിരുന്നപ്പോൾ NV കൃഷ്ണവാര്യർ വീണ്ടും മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് വരുന്നുണ്ട്. അപ്പോൾ NV കൃഷ്ണവാര്യർ പത്രത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ മാതൃഭൂമി ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്. ഞങ്ങൾ കൊച്ചിയിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങളെ മാറ്റുന്നു, അല്ലെങ്കിൽ എന്നെ മാറ്റുന്നു. അത് പത്രത്തിന് വേണ്ടിയാണ് എന്നെ അങ്ങോട്ട് മാറ്റുന്നത്. പക്ഷേ ആഴ്ചപ്പതിപ്പും മറ്റും തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഞാൻ ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ എന്നെ അവിടെ ആക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ കുറേ കാലം NVക്കൊപ്പം കുറേ കാലം സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിലെ ഒരു അങ്ങേയറ്റത്തെ സന്തോഷകരമായ അനുഭവമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. കാരണം വളരെ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. NV അവിടെ വന്ന് ജോയിൻ ചെയ്തു. അതിനുശേഷം വളരെ വൈകാതെ രാജിവെച്ച് പോയത്. പക്ഷേ ഗദ്യം എഡിറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം കാട്ടിയിരുന്ന ഒരു, എന്താ അതിനെപ്പറ്റി പറയുക, ഒരു മാസ്മരികമായ ഒരു കഴിവ്, അത് കണ്ട് അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. അതുപോലെയൊക്കെ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരിക്കലും നടന്നിട്ടില്ല. പക്ഷേ അത് ഒരു വലിയ പാഠശാലയായിരുന്നു. ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും അദ്ദേഹവും ഒത്തുള്ള കാലഘട്ടം. അങ്ങനെ നിരവധിയായ ആളുകൾ മാതൃഭൂമിയുമായിട്ട് ചിന്തിക്കുമ്പോൾ, ഞാൻ നേരത്തെ വേണുക്കുറുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരു ന്യൂസ് എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം എന്തുമാത്രം വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു. ഞാൻ മാധവൻകുട്ടിയെക്കുറിച്ച് പറയുകയുണ്ടായി. പത്രപ്രവർത്തനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഡൽഹിയിലെത്തുന്ന മലയാളികളുടെ സുഹൃത്ത് എന്ന നിലയിൽ, അതുതന്നെ ഡൽഹിയിലെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കേന്ദ്രമായിരുന്നു അന്ന് ഡൽഹി ഓഫീസ്. ഞാനൊക്കെ ആദ്യ ഘട്ടത്തിൽ ചെല്ലുമ്പോഴൊക്കെ അങ്ങനെയാണ്. എഴുത്തുകാരെല്ലാം അവിടെ വരും. OV വിജയൻ വരും, സക്കറിയ വരും, ഇടയ്ക്കിടയ്ക്ക് മുകുന്ദൻ വരും, ഓംചേരി വരും. അങ്ങനെ ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഒരു വലിയ കേന്ദ്രമായിരുന്നു അന്ന്
ഡൽഹിയിലെ മാതൃഭൂമിയുടെ ഓഫീസ്. അവരുടെയൊക്കെ ഒരു രക്ഷാധികാരിയോ രക്ഷകർത്താവോ ആയിരുന്നു VK മാധവൻകുട്ടി. അദ്ദേഹത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. NN സത്യവ്രതൻ എങ്ങനെ എഴുതണം എന്ന് പഠിപ്പിച്ച അദ്ദേഹമാണ്. ചെറിയ വാചകങ്ങളിൽ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് പത്രവായനക്കാർക്ക് വേണ്ടി അങ്ങനെ എഴുതണമെന്ന് പഠിപ്പിച്ച ഒരാളായിരുന്നു. പിന്നീട് P. രാജൻ, അദ്ദേഹം കൊച്ചി കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയിരുന്നു. ഏത് കാര്യത്തിനും ഒരു മറുവശം ഉണ്ടാകുമെന്ന് ആലോചിക്കണമെന്ന് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിന് ആരെയും പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതൃഭൂമി കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നിരവധിയായ ഗുരുക്കന്മാരുടെ ഒരു സംഘമാണ്. എന്നെ മാത്രമല്ല എന്നെപ്പോലെയുള്ള ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പിന്നീട് വന്ന തലമുറയിലുള്ള ധാരാളം ചെറുപ്പക്കാരായ പത്രപ്രവർത്തകരെ വാർത്തെടുത്തത് എന്നുള്ളത് ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഞാൻ മാതൃഭൂമി ചേരുമ്പോൾ പരേതനായ MJ കൃഷ്ണമോഹനായിരുന്നു മാതൃഭൂമിയുടെ പത്രാധിപർ. അന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം എഡിഷനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അകാല ചരമം ഉണ്ടാവുന്നത്. പിന്നീട് MP വീരേന്ദ്രകുമാർ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായി. അദ്ദേഹത്തെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. എഴുത്തുകാരൻ, പ്രഭാഷകൻ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ അങ്ങേയറ്റത്തെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഞങ്ങളൊക്കെ എഡിറ്റോറിയലാണ്, അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറാണ്. ഒരിക്കലെങ്കിലും വാർത്താപരമായ കാര്യങ്ങളിൽ നേരിട്ടിടപെട്ടതായിട്ട് എനിക്ക് അനുഭവമില്ല. അദ്ദേഹവുമായിട്ട് ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് 10-15 സ്ഥലം മാറ്റങ്ങൾ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ MP വീരേന്ദ്രകുമാർ എത്രയോ ഉയരങ്ങളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററായിരുന്നു PV ചന്ദ്രൻ. ഞങ്ങളൊക്കെ ചന്ദ്രേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഏറെ വാത്സല്യത്തോടു കൂടി എന്നോട് പെരുമാറിയിട്ടുണ്ട്. പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം കൂടെ നിന്ന് സഹായിച്ചു. അതുകൊണ്ടാണ് ഇത്രയും കാലം മാതൃഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാനിപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ PV ഗംഗാധരൻ, അദ്ദേഹം ഒരു ഡയറക്ടർ മാത്രമായിരുന്നുവെങ്കിലും ഒരു സ്നേഹസമ്പന്നനായ മനുഷ്യൻ. എൻ്റെ ജീവിതം പറയുമ്പോൾ ഇവരെയൊക്കെ മറക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. MJ കൃഷ്ണമോഹൻ്റെ സഹോദരനായ ശ്രീ വിജയപത്മൻ ഇടക്കാലത്ത് വീരേന്ദ്രകുമാർ കേന്ദ്രമന്ത്രിയും മറ്റും ആയപ്പോൾ PV ചന്ദ്രൻ മാനേജിംഗ് ഡയറക്ടറായി. അപ്പോൾ മാനേജിംഗ് എഡിറ്ററായിട്ട് വന്നത് വിജയപത്മനായിരുന്നു. അങ്ങനെ ആ തലമുറ, അല്ലെങ്കിൽ അന്ന് മാതൃഭൂമിയെ നയിച്ചവർ, അവരെയൊക്കെ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വളരെ ദുഃഖകരമായൊരു തീരുമാനമായിരുന്നു അത്. 30 വർഷത്തോളം പണിയെടുത്തൊരു സ്ഥാപനം, വേറെ എവിടെയും പണിയെടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഈ ജോലിയല്ലാതെ മറ്റൊന്നും അറിയത്തുമില്ല. പത്രപ്രവർത്തനം, വാർത്തയെഴുത്ത്, പത്രം ഉണ്ടാക്കൽ, അതല്ലാതെ എനിക്കൊന്നും അറിയത്തുമില്ല. പക്ഷേ നമുക്ക് ഒരു സ്ഥലത്ത്